ചേട്ടാ, ഇനി ആകെ 25 ദിവസം മാത്രം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ. ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇന്നൊരു പ്രധാന വാർത്താ മാധ്യമ പത്രത്തിന്റെ മുൻ പേജിലുള്ള ഒരു പരസ്യമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം, ഇതിനു മുൻപ് നമ്മൾ ഇത്തരം പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് 2016 പോയോ എന്നൊക്കെ ചോദിച്ച് പലരും കളിയാക്കിയിരുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിനുള്ള മറുപടി ആയിരിക്കാം ഈ ഒരു വമ്പൻ പരസ്യം എന്ന് പറയുന്നത്. കപ്പിത്താന്റെ മുഖം മാഞ്ഞു തുടങ്ങി, ഇനി ഈ ഭരണമില്ല. അതിന്റെ മുകളിലേക്ക് ഇവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടുമുണ്ട്. കണക്ക് ചോദിക്കാൻ സമയമായോ? ശരിക്കും ജനങ്ങൾ ആ കണക്ക് ഏപ്രിൽ 9 ചോദിക്കുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും. അതിൽ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഏറ്റവും സ്വർണ്ണക്കൊള്ളയെ കുറിച്ചാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അതിപ്പോൾ ഏറ്റവും അവസാനം വന്നുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നതേ ഉള്ളൂ. കണക്ക് ചോദിക്കാൻ സമയമായാലും ഒന്നാമത്തെ കാര്യം, എവിടെ തൊണ്ടി മുതൽ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴും ഈ ബഹുമാനപ്പെട്ടത് വന്നു പോണേ. സാർ, എവിടെയാണ് സാർ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതിൻ്റെ തൊണ്ടി? സാർ, അടുത്ത് ചോദിക്കാനുള്ളത്, സാധാരണക്കാരായ മനുഷ്യർ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള മന്ത്രി AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് ഈ മന്ത്രിപ്പണിക്ക് യോഗ്യനല്ല, വയസ്സായി വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞ് താങ്കൾക്ക് ഇരുത്തിക്കൂടായിരുന്നോ? ഒരു വടിയിടിച്ച് നടക്കേണ്ട പ്രായമായ ആളാണ്. വീട്ടിൽ കൊച്ചുമക്കളെ നോക്കി ഇരിക്കേണ്ട ഒരു അപ്പൂപ്പൻ റോളിൽ ഇരിക്കേണ്ട ആള് ഈ പണിക്ക് യോഗ്യനല്ല എന്നുള്ളതിന്റെ തെളിവാണ് സാധാരണക്കാരായ എത്രയോ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടത്, അല്ലേ? പിന്നീട് നമുക്ക് എടുത്തു പറയാനുള്ള ഏതാണ്? പിൻവാതിൽ നിയമനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ പാർട്ടി ഭരിക്കുമ്പോൾ താങ്കളുടെ കണ്ണൂരും അല്ലെങ്കിൽ താങ്കളുടെ സഖാക്കൾക്ക് മാത്രം ജോലി മതിയോ? അവരെ സുഖിപ്പിക്കാനാണോ താങ്കൾ ഭരണത്തിലേക്ക്? ആ രീതിയിൽ പറയുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചിലപ്പോ പാർട്ടി അംഗങ്ങളും അതേപോലെ പാർട്ടിയിൽ പ്രവർത്തിച്ച അണികളുമായിരിക്കാം. ഞങ്ങളുടെ അണികൾക്ക് ഒരു കൈത്താങ് അതായിരുന്നു ആ പിൻവാതിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആതിര വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. ആതിരയ്ക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വളരെ കഷ്ടപ്പെട്ട് എഴുതി വന്നൊരു റാങ്ക് ലിസ്റ്റാണ്. എന്തെല്ലാം മെറിറ്റ് കടന്നിട്ട്, എന്തെല്ലാം നമ്മൾ കടന്നിട്ടാണ് ആ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതില് താങ്കളുടെ പേര് ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ആ പ്രതികരണമാണ് ഇതിനകത്ത് കാണുന്നത്. പിൻവാതിൽ നിയമനമുണ്ട്, അതേപോലെ 6 ലക്ഷം കോടി കടത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, തകർന്ന ആരോഗ്യ മേഖലയെ പറ്റി, അഴിമതി, വിലക്കയറ്റം, ഗുണ്ടാരാജ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ 6 ലക്ഷം കോടി കടത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. ഇപ്പൊ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സമ്പാദ്യം, ചെറിയ കാര്യമൊന്നുമല്ല. ഈ 6 ലക്ഷം കട എങ്ങനെയാണ്? വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കേന്ദ്രം തരുന്നത് കുറവാണ്. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ കിഫ്ബി എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു. ഇവിടെ ഈ പറയുന്ന കിഫ്ബി അല്ലാതെ സാധാരണ സ്കൂളും സാധാരണ റോഡും ഒക്കെ ചെയ്യാൻ ഇവിടെ പൊതുമരാമത്ത് വകുപ്പില്ലേ? ഇവിടെ ഫണ്ടില്ലേ? ഈ കിഫ്ബി ബുദ്ധി ആരാ പറഞ്ഞു കൊടുത്തേ? അപ്പൊ ഇവര് ഭയങ്കര ബുദ്ധിമാന്മാരെന്ന് കാണിക്കാനാണോ? അതേ തോമസ് ഐസക്കിന്റെ ബുദ്ധി ജനങ്ങൾക്ക് ഇങ്ങനെ കിഫ്ബി എന്ന് പറഞ്ഞൊരു പദ്ധതിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ്. കിഫ്ബി എന്താണെന്ന് സാധാരണക്കാരന് അറിയാവോ എന്തോ? ഇവർക്ക് മാത്രമേ അറിയാവൂ എന്നുള്ള ഇവർ കരുതുന്നേ. ഏതായാലും നമ്മൾ കഴിഞ്ഞ ഭരണത്തിൽ കണ്ടു സ്കൂളുകളും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ. അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിന്റെ കാലത്ത് അത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയണം. അപ്പൊ ഇവിടെ ഇത്തരം പണികൾ, റോഡും തോടും സ്കൂളും ഒക്കെ പണിയാൻ ഇവിടെ പൊതുമരാമത്ത് വകുപ്പും അതിന്റെ ഫണ്ടും ഒക്കെ ഉണ്ട്. കിഫ്ബിയിൽ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കൂടെ വരുമ്പോ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ വരെ കടം കൊണ്ട് ജീവിക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് PR വർക്ക് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പെൻഷനൊക്കെ ഇത്രയും ആക്കിയിട്ടുള്ളത്. ഇത് കൊടുക്കാനുള്ള കാശ് ഇവിടെ ഉണ്ടോ? അറിയില്ല. അപ്പൊ ഇതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാൻ കഴിയില്ല ആതിര. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഇത് ആതിര തന്നെ. തകർന്ന ആരോഗ്യ മേഖല, അഴിമതി, ഗുണ്ടാരാജ്. തകർന്ന ആരോഗ്യ മേഖലയെ പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ മുൻകാലങ്ങളിലെ ആരോഗ്യ മേഖല അത്ര മികച്ചതായിരുന്നു എന്നാണ് ഈ ഒരു സർക്കാർ ചോദിക്കുന്നത്. പക്ഷേ ഇത്രയധികം ധാർഷ്ട്യവും അതേപോലെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലുവെക്കാൻ മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ മികച്ചതാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും പുറത്ത് ചികിത്സയ്ക്ക് പോരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഉന്നത ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ ഒരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉന്നത ചികിത്സ വേണ്ടേ? എത്രയധികം പിഴവുകളാണ്. കണ്ണ് ചൂഴ്ന്നെടുത്തു, അതേപോലെ കത്രിക വയറ്റിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ആരോഗ്യ മേഖല സംബന്ധിച്ചിട്ടുള്ള
വെന്റിലേറ്റർ ഓഫ് ആയി പോയിട്ടുണ്ട്, ഇതൊക്കെ നടന്നിട്ടുണ്ട്. ജനറേറ്റർ ഓഫ് ആയി പോയി. അന്ന് വീണ ജോർജിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ജനങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെ മന്ത്രി ഇപ്പൊ വരണം, അല്ലെങ്കിൽ കളക്ടർ ഇപ്പൊ വരണം. വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ICU ഉൾപ്പെടെയുള്ള നിരവധി രോഗികൾ കിടക്കുന്ന സമയത്തായിരുന്നു അങ്ങ് ജനറേറ്റർ ഓഫ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മരുന്നുകളില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മന്ത്രി തന്നെയാണ് മീഡിയയ്ക്ക് മുമ്പിലേക്ക് പറഞ്ഞത്, ഇവിടെ ഒന്നും മരുന്നുകളില്ല എന്ന്. ഇത്തരത്തിൽ എക്യുപ്മെന്റ്സിന്റെ കുറവിനെ പറ്റി സംസാരിച്ചു. അതേപോലെ ബെഡില്ലായ്മ, ജനങ്ങൾ തറയിൽ കിടക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങളും മൃഗങ്ങളും തമ്മിൽ ഒരു വേർതിരിവില്ലാതെയാണ് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും സർക്കാർ പറയുന്നത് ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജ് നോക്കൂ, അതേപോലെ ഞങ്ങളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നോക്കൂ, കോഴിക്കോട് നോക്കൂ, ഇവിടെ എല്ലാം വൻ രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി, അല്ലെങ്കിൽ എറണാകുളം മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെ പോയിട്ടുള്ള സാധാരണപ്പെട്ട ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ മാത്രമേ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കും നല്ല ചികിത്സ കിട്ടുന്നത്. ആ കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പൊ ഞാൻ പോയപ്പോ എനിക്ക് നല്ലൊരു രീതിയിൽ എനിക്ക് ചികിത്സ കിട്ടി, എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിച്ച് ഞാനിരുന്ന് പറയുകയാണ് അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ എല്ലാവർക്കും ഒരേപോലെ കിട്ടണം. മറ്റെന്തെങ്കിലും ആണെങ്കിൽ ലക്ക് കൊണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് സെക്ടറിൽ നിന്നും എല്ലാവർക്കും ഒരേപോലെ കിട്ടുമ്പോഴാണ് ആ പറയുന്ന ഈ ഒരു മേഖലയിൽ മികച്ചതായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഉദ്ഘാടനങ്ങളും അതേപോലെ വെറും PR വർക്കുകളും മാത്രമായി ചുരുങ്ങിയതാണ് ആരോഗ്യ മേഖല. തകർന്നു പോയിട്ടുള്ളതെന്ന് പറയുന്നത് ജനങ്ങൾക്ക് തന്നെ പറഞ്ഞതാണ്, തകർന്നു പോയി, അല്ലെങ്കിൽ ഞങ്ങൾ സംതൃപ്തരല്ല എന്ന രീതിയിൽ. അതേപോലെ വിലക്കയറ്റം, ഈ 6 ലക്ഷം കോടി രൂപ കടമുള്ളപ്പോൾ നമുക്ക് വിലക്കയറ്റം നടത്തിയല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് 2500 രൂപ നമ്മൾ പെൻഷൻ തരികയാണെങ്കിൽ നിങ്ങളുടെ ആ 2500-ൽ നിന്ന് 3000 രൂപ നിങ്ങൾക്ക് പൊതു ഇടത്തിലേക്ക് ചിലവാകേണ്ടി വരുന്ന രീതിയിലാണ് വിലക്കയറ്റം നമ്മൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊരു രീതി എന്ന് പറയുന്നത്. അതാണ് ഈ വിലക്കയറ്റത്തിന്റെ ഒരു പ്രധാന വിഷയം. അതേപോലെ അഴിമതി നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം ഒരു 10 വർഷത്തെ കണക്കുണ്ട്. ഓരോ മന്ത്രിമാരുടെയും ഓരോ വകുപ്പുകളിലേക്ക് പോയി ഈ അഴിമതിയെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അഴിമതി ഇത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം തന്നെയായിരിക്കും കൂടുതലായിട്ടും അതിനെപ്പറ്റി സംസാരിക്കേണ്ടിയിരിക്കുക. അല്ലെങ്കിൽ അഴിമതിയെ പറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രതിപക്ഷം തന്നെയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കേട്ട് വന്നിട്ടുള്ള ജനങ്ങൾക്ക് പുതിയതായിട്ടും എന്താണ് നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള അഴിമതി എന്ന് പുതിയതായി പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നില്ല. പിന്നീടുള്ളത് ഗുണ്ടാരാജാണ്. അപ്പോ ഇത് കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരായിട്ടാണ് ഗുണ്ടാരാജിനെ തോന്നിയിട്ടുള്ളത്. ഗുണ്ടാരാജിനെ കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അലുവ അതുൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ കൊല്ലുന്ന രംഗം നമ്മൾ കണ്ട് ഞെട്ടിപ്പോയി. അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന രംഗം, CPM-ന്റെ താഴെക്കിടയിലുള്ള നേതാക്കൾ വരെ അവരുടെ ഒരു അണിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, അവരുടെ സഖാക്കൾ എന്ന് അവർ പറയുന്ന ആൾക്കാരാണ് ഈ വിക്രികളെല്ലാം കാണിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ കൊലപാതകം മാത്രമല്ല, നമുക്ക് നിരവധി കൊലക്കേസുകൾ ഗുണ്ടകൾ അങ്ങ് എന്താ പറയുക, ഒരു ബ്രേക്കും ബെല്ലും ഇല്ലാതെ അങ്ങ് അഴിഞ്ഞാടുന്നതും. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഇവിടുന്ന് ഒരു യാത്ര പോയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ പാർട്ടിയിലെ ആൾക്കാർ ചെടിച്ചട്ടി മാറി കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നു, പോലീസ് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ് പട്ടിയെ തല്ലുന്നത് പോലെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തല്ലുന്നു. അപ്പോൾ അതെല്ലാം ശരിക്കും അവരുടെ ഒരു നമ്മൾ സിനിമയിലാണ് ഗുണ്ടകൾ ഇങ്ങനെ ചെടിച്ചട്ടി മാറി അടിക്കുന്നത്. സത്യത്തിൽ അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെടിച്ചട്ടി മാറി അടിക്കുന്ന രംഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കാണാൻ സാധിച്ചില്ലേ? ഇപ്പൊ കാണാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗുണ്ട വിളയാട്ടങ്ങൾ വളരെ രീതിയിൽ ഗുണ്ടകളുടെ ഒരു മീറ്റപ്പ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിന് നമുക്ക് പ്രത്യേകം പിണറായി വിജയൻ സർക്കാരിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അതും ഇദ്ദേഹത്തിന്റെ കോട്ടയായ സ്ഥലങ്ങളിൽ നിന്നാണ്. ഒരു നമ്മള് ഈ പൂർവ്വ വിദ്യാർത്ഥി മീറ്റപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്രയധികം ഗുണ്ടകൾ ജീവിക്കുന്നുണ്ടല്ലോ. അത് ഇത്ര ഹൈടെക്കിൽ എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല. അതേപോലെ ഒരു കൊല നടത്തുന്നു, അകത്തേക്ക് പോകുന്നു, 2-3 വർഷത്തിനുള്ളിൽ പുറത്തേക്ക് വരുന്നു, വീണ്ടും ഇവർക്ക് വേണ്ടി തന്നെ നടത്തുന്നു, അകത്തേക്ക് പോകുന്നു. ഈ ഒരു സിസ്റ്റമാറ്റിക് ഒരു കാര്യം അതിൽ പറയണം, അവർക്ക് അവിടെ ജയിലിൽ കൊടുക്കുന്ന വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അത് ഇത്രയും നല്ലൊരു കാര്യമില്ല സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വേതനങ്ങൾ കൂട്ടിക്കൊടുത്തു.
അതേപോലെ തന്നെ വൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. കൂടെ പരോൾ അനുവദിക്കുന്നു. അതെ, പരോളുകൾ പരോളുകൾ ആദ്യമായിട്ട് ഇവർ ചെയ്തു കൊടുത്തത്, ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുത്തത് ഇവരുടെ തന്നെ ഗുണ്ടകളായിട്ടുള്ള കുറച്ചു പേർ കണ്ണൂർ അങ്ങ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു രീതി, അല്ലെങ്കിൽ കാരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വടിവാളുകളുടെ ഇടയിലൂടെയല്ലേ നടന്നു വന്ന് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് വടിവാളുകളോട് പ്രിയം കാണും. അണികള് കാണുന്ന, അല്ലെങ്കിൽ ചെറിയ അണികള് വരുന്ന സമയത്ത് വടിവാളുകൾ കയ്യിലേക്ക് കൊടുക്കും. എതിർപക്ഷത്തെ കാണുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ മതി, അതങ്ങ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ജനങ്ങൾക്ക് പറയാൻ. ഇതേപോലെ പറഞ്ഞതാണ് ഇപ്പൊ ഇല്ലാത്ത. ഇനിയിപ്പോ ഒന്നുകൂടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പോയി പറഞ്ഞുകൊണ്ടിരിക്കാൻ ആളെ കിട്ടത്തില്ല, അടി കൊടുക്കും, തല്ലു കൊടുക്കും. അല്ല, ആ രീതിയായി പോയി. കാരണം ഇതൊന്നും ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. ഒരു നമ്മൾ സാധാരണ ജനങ്ങളെക്കാട്ടിൽ, അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവരുടെ ഈ ഗുണ്ടകൾക്ക് മാത്രം സുഖമായി ജീവിക്കാൻ, അല്ലെങ്കിൽ ഗുണ്ടാ മീറ്റപ്പുകൾ നടത്തുന്ന ഓർമ്മയുണ്ടല്ലോ. അതെ, അല്ല ചേട്ടാ, വേറൊരു ഇതുണ്ട്, LDF വരും എല്ലാം ശരിയാകും. ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു വാക്യം ഉണ്ടാകില്ല. അന്ന് ഈ ഇവര് ആദ്യമായി വരുന്ന ഒരു സമയത്ത് മദ്യ ദുരന്തത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അമ്മമാരുടെ കണ്ണീരൊപ്പാനായിട്ട്, എനിക്കിപ്പോഴും ആ ഒരു പരസ്യം ഓർമ്മയുണ്ട്. അമ്മമാരുടെ കണ്ണീരൊപ്പാനായിട്ട് UDF സർക്കാർ മാറണം, അതിനായി ഞങ്ങൾ വരണം എന്ന്. ഇവർ വന്നതിന് ശേഷം അമ്മമാരുടെ കണ്ണീരൊപ്പുന്ന ഭാഗമായിട്ടായിരിക്കാം ഔട്ട്ലെറ്റുകൾ സുലഭമായി വീടിന്റെ തൊട്ടടുത്ത് വരെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവര് അമ്മമാരുടെ കണ്ണീരുകൾ ഒപ്പുന്ന അന്നത്തെ ഒരു പദ്ധതി. അന്ന് ഈ വോട്ട് ചെയ്ത അമ്മമാരൊക്കെ അന്ന് ചോദിക്കണം, 2016 ശേഷം നിങ്ങൾ തുറന്ന എത്ര ഔട്ട്ലെറ്റുകളാണ്, അല്ലെങ്കിൽ കുത്തക രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ഗജരാവിലേക്ക് പണം കൊണ്ടുവരുന്നത് തന്നെ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വിൽക്കുന്നതാണ്. അതിൽ തന്നെ ഓണം ക്രിസ്മസ് ഒക്കെ ആകുന്ന സമയത്ത് പ്രത്യേകപരമായ ഒരു ഊർജമാണ് ഈ ഔട്ട്ലെറ്റുകൾ. അപ്പോൾ ഞാനൊക്കെ ആലോചിച്ച് നോക്കും, അന്ന് ഇവര് വരുന്ന സമയത്ത് ഇനി ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മദ്യ നിയന്ത്രണമാണ് നമ്മൾ ഉണ്ടാവാൻ പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സർക്കാരായിരുന്നു. വരും എല്ലാം ശരിയാകും, ആദ്യത്തെ ടാഗ് ലൈൻ അല്ലേ? അത് എല്ലാം ശരിയായി. പിന്നീട് ഇപ്പൊ അവസാനം പോകുന്ന നേരത്ത് ഇപ്പൊ ഈ മൂന്നാമതൊരിക്കൂടെ വരാനായിട്ട് ചോദിക്കുന്നത് മറ്റാരുണ്ട് ഇവരെ പോലെ മറ്റാരുണ്ട്? ഇവരെ പോലെ മറ്റാരും കാണത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ പോലെ ഇനി മറ്റാരും ഉണ്ടാവില്ല. ചേട്ടാ, ഈ വംശനാശ ഭീഷണി നേരിടുന്നൊക്കെ പറയുന്ന പോലെ ഇതൊന്നേ കാണത്തുള്ളൂ. വേറെ ഇത് നമുക്ക് എവിടെ പോയി തപ്പിയാലും, വേറെ എവിടെ തപ്പിയാലും കാണില്ല. കാരണം ഇവിടെ കേരളത്തിൽ മാത്രമേ ഇത് ഉള്ളൂ. അതോടൊപ്പം തന്നെ ബാക്കി എല്ലായിടത്തും മാഞ്ഞു പോയി. കാരണം അവിടെ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടായിരുന്നു, ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇനി എന്താകും എന്നുള്ളത് ജനങ്ങൾ തന്നെയായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. കാരണം ഇതിപ്പോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇറക്കിയ ഒരു പരസ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്തിൽ ഓരോ വിഷയവും അവർ കൃത്യമായി ഇനിയിപ്പോ ജനങ്ങളോട് 25 ദിവസമേ ഉള്ളൂ, എന്നാലും സംസാരിക്കേണ്ടിയിരിക്കുന്നു. ദുർഭരണമാണോ ഇല്ലയെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.